കദ്രുദേവിക്ക് സന്തോഷമായി. നീ പേടിക്കണ്ട, മക്കളെ കൊല്ലും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഇനി ഇതാ മക്കളെ രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു കൊടുത്തില്ലേ? എന്താ വേണ്ടേ? കദ്രുദേവി ബ്രഹ്മദേവനെ തൊഴുതു. അങ്ങനെ നാഗലോകമായി, നാഗലോകത്ത് കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. അങ്ങനെ ഇന്ന് 4-7 ദിനം, 4-7 എത്രയാ? 7-4 28 ദിവസം. ഇതൊക്കെ കൃത്യമായിട്ട് പുള്ളുവൻ പാട്ടിൽ നാഗോൽപത്തിയിൽ പാടുന്നുണ്ട്. അതായത് 4-7 ദിനം 28 ദിവസം. 28 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? കന്നിമാസത്തിലുണ്ടായി. 28 ദിവസം എന്ന് പറഞ്ഞാൽ തുലാമാസത്തിലെ ആയില്യം നാളിൽ സർപ്പങ്ങൾക്കെല്ലാം പേരിട്ടു. സർപ്പങ്ങൾക്കെല്ലാം പേരിടാനായിട്ട് കദ്രു വിനതാദേവി ഇങ്ങനെ ഇരുന്നു. എല്ലാ സർപ്പ കുഞ്ഞുങ്ങളെയും വിളിച്ചു. എല്ലാ മക്കളും വരാൻ പറഞ്ഞു. ഓരോ കുഞ്ഞുങ്ങളായിട്ട് മുൻപിലോട്ട് വന്നു. ആദ്യം ഉണ്ടായ സർപ്പത്തെ വിളിച്ച് മുൻപിലോട്ട് നിർത്തിയിട്ട് അമ്മ പറഞ്ഞു, മോനെ നിന്റെ ആ രൂപം അമ്മയൊന്ന് കാണിച്ചേ, ഇങ്ങനെ പത്തിയൊക്കെ വിടർത്തി ഒന്ന് നിന്നേ, ഞാനൊന്ന് കാണട്ടെ. അമ്മയുടെ ആ ആഗ്രഹമാണ്. ആ ആദ്യം ഉണ്ടായ കുഞ്ഞ് ആ മുൻപിലോട്ട് വന്നു നിന്നു. സഹസ്രശീർഷം സഹസ്രവക്ത്രം, 1000 ഫണമായിട്ട് അങ്ങോട്ട് വിരിഞ്ഞു. തലയിൽ നിന്നും 1000 ഫണം അങ്ങോട്ട് വിടർന്ന് ഇതാ അവൻ വാനോളം വളരാൻ തുടങ്ങി. ദേവി അന്തിച്ചു പോയി. ഇതാ രൂപം ഒന്ന് കാണിക്കാൻ പറഞ്ഞതാണ്. സഹസ്രശീർഷം സഹസ്രവക്ത്രം പിശങ്കനേത്രം കപിലാംശുകാട്യം പിഷായുധം പ്രജ്വലദന്തബാഹും തം നഗരാജം പ്രണതോസ്മി നിത്യം. 1000 ഫണം അങ്ങോട്ട് വിരിച്ച് സ്വർണവർണ്ണത്തോടുകൂടി സൂര്യന്റെ വെയിലേറ്റ് വെട്ടിത്തിളങ്ങിക്കൊണ്ട് ആ സർപ്പം ഇങ്ങനെ ആകാശത്തോളം ഉയർന്നുയർന്ന് മുകളിലേക്ക് പോവുകയാണ്. ആകാശമാർഗത്തിലേക്ക് പോകുമ്പം ആമ മുകളിലോട്ട് നോക്കി, ഇവന്റെ മുകൾ ഭാഗം കാണാനില്ല. ഇവന്റെ വാലിന്റെ അറ്റത്തോട്ട് നോക്കി, വാൽഭാഗം കാണാനില്ല. അമ്മ ഭയന്നു പോയി. കാരണം സ്വർണവർണ്ണം പോലെ സൂര്യപ്രകാശമേറ്റ് വെട്ടിത്തിളങ്ങുന്ന 1000 ഫണങ്ങൾ ഉദിച്ച് ത്രിലോകം നിറഞ്ഞു നിൽക്കുന്ന ഒരു സർപ്പത്തിന്റെ രൂപം കണ്ട് അമ്മ ഭയന്നു പോയി. മോനെ, നിനക്ക് ആദിയും അന്തവുമില്ലാത്ത നീ അനന്തൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമുണ്ടായ ആ മകന് അമ്മ പേരിട്ടു അനന്തൻ. നാഗങ്ങളില് ഏറ്റവും അഗ്രേസരൻ അനന്തനാണ്, ഏറ്റവും മുൻപിലുണ്ടായതും അനന്തനാണ്. അങ്ങനെ ആദ്യം അനന്തൻ എന്ന് പേരിട്ടു. രണ്ടാമനെ വിളിച്ചു, മോനെ ഇങ്ങ് വന്നേ, നിനക്കും പേരിടട്ടെ. രണ്ടാമൻ വന്നു. ഫണാഷ്ടശതശേഖരം, 800 ഫണങ്ങളാ. ഫണാഷ്ടശതശേഖര, 800 800 ഫണങ്ങളാണ്. ഫണാഷ്ടശതശേഖരം ധ്രുവ സുവർണപുഞ്ചപ്രഭം പരാഭരണഭൂഷിതം കലിതചാരുതാമ്രം ശുഗം സവജ്രവരലക്ഷണം നവസരോജരക്തേക്ഷണം നമാമി ശിരസാം സുരാസുരം നമസ്കൃതം വസുകി. രണ്ടാമൻ മകൻ ഇങ്ങോട്ട് വന്നു. അമ്മായിയുടെ മുൻപിലേക്ക് അവനും ആ സ്വരൂപം കാണിക്കണം. പാലിന്റെ വർണ്ണം സൂര്യപ്രകാശമായിട്ട് വെട്ടിത്തിളങ്ങുന്നു. പാൽ വർണ്ണത്തോടുകൂടി 800 ഫണങ്ങളുമായിട്ട് ഇതാ അവരും മുകളിലോട്ട് ഉയർന്നു പോവുകയാണ്. അമ്മ ഇങ്ങനെ നിർനിമേഷമായിട്ട് നോക്കി നിൽക്കുക. രൂപം ഒന്ന് കാണിക്കാൻ പറഞ്ഞത് എന്തൊക്കെയാ കാണിക്കുന്ന മക്കള്. ആദ്യത്തെ അവൻ പണം കൊണ്ട് വരുന്നപ്പം 1000 ഫണങ്ങളുമായിട്ട് സ്വർണ്ണവർണ്ണം. രണ്ടാമനിതാ വരുന്നു പാൽവർണ്ണം. 800 ഫണങ്ങളുമായിട്ട് അവരും ത്രിലോകം എന്ന് പറഞ്ഞ കണ്ണൊക്കെ ഇങ്ങനെ താമരപ്പൂ പോലെ ചുമന്നിരിക്കുന്നു. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കദ്രുദേവി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതാ അവനും മുകളിലോട്ട് ഉയർന്നു പോവുകയാണ്. ആകാശം മുട്ട ഉയർന്നുയർന്ന് കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ ഇങ്ങനെ കൈലാസത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സമയം ഭൂമിയിൽ നിന്നും ഈ രണ്ടാമനായ സർപ്പം തല ഉയർത്തി 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 കൈലാസത്തിലിരിക്കുന്ന മഹാദേവന്റെ കണ്ടത്തോളം ശിരസെത്തിയപ്പോ അവിടെ അങ്ങ് നിർത്തി. മഹാദേവൻ കണ്ണു തുറന്നു. സർപ്പത്തിന്റെ ഉച്ഛ്വാസവായു കണ്ടത്തിലടിച്ചപ്പോൾ ഭഗവാൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോ കാണുന്ന എന്താ? ആ തലയുടെ മുകളിൽ നല്ല നിലവിളക്ക് എത്തിച്ച പോലെ രത്നം ഇരുന്ന് തിളങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭഗവാൻ കാണുന്നതാണ് മാണിക്യം. ശിരസിലിരുന്ന് തിളങ്ങുന്ന ആ മാണിക്യമാണ് ഭഗവാൻ കാണുന്നത്. ശിരസിൽ വസു ധരിച്ച നീ. വസു എന്ന് പറഞ്ഞാൽ മാണിക്യം.
രത്നം എന്നൊക്കെയാണ് അർത്ഥം. ശിരസിൽ വസു ധരിച്ച നീ വാസുകി എന്ന നാമധേയത്തിൽ അറിയപ്പെടും. ഭഗവാനാണ് പേരിടുന്നത് വാസുകി എന്ന്. അങ്ങനെ രണ്ടാമന് വാസുകി എന്നാണ് പേരിട്ടത്. എന്റെ കണ്ടത്തോളം ശിരസുയർത്തിയ നീ എന്റെ കണ്ടാഭരണമായി ശോഭിച്ചോളാൻ പറഞ്ഞ് ഭഗവാൻ ആ വാസുകിയെ എടുത്ത് സ്വന്തം കഴുത്തിലിട്ടു. അങ്ങനെ ശ്രീ മഹാദേവൻ നാഗഭൂഷണനായി മാറി. മൂന്നാമൻ തക്ഷകൻ 700 പണം. അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ, ശംഖുപാലൻ. ഇങ്ങനെ 8 നാഗരാജാക്കന്മാര് ഓരോരുത്തരായിട്ട് വന്ന് എല്ലാവർക്കും അമ്മ പേരിട്ടു. 9ാമൻ വന്നു. അവനും ആ സ്വരൂപം അങ്ങോട്ട് കാണിച്ചു. ഇതാ അവനും 1000 പണമുണ്ട്. ഇത് കണ്ടപ്പോഴത്തേന് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിച്ചു, ബ്രഹ്മദേവ, ആദ്യത്തെ മകന് 1000 പണം, രണ്ടാമത്തെ മകന് 800, പിന്നെ 700 ഇങ്ങനെ കുറഞ്ഞു വന്ന് 1 പണം വരെയായി. പക്ഷെ ഈ 9ാമൻ വന്നപ്പോ ഇവൻ എന്തുകൊണ്ടായി? ഇവനും 1000. കണക്ക് തെറ്റിയോ എന്നാണ്. ബ്രഹ്മ പറഞ്ഞു, അതല്ല, ഇനി ശ്രീ മഹാവിഷ്ണു ഒരു അവതാരം എടുക്കാറുണ്ട്. ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിക്കുന്ന കാലത്ത് അന്ന് ആ ഉണ്ണിക്കണ്ണന് നൃത്തമാടാൻ അതിനുവേണ്ടി 1000 പണങ്ങൾ മുൻകൂട്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഓരോ ചലനത്തിനും പിന്നിൽ അതിന്റെ ഈശ്വരന്റെ ഒരു കരങ്ങളുണ്ടാവും. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ അറിയാതെ ഒരു ഇല പോലും ചലിക്കില്ല. അങ്ങനെ ആ 9ാമന് 1000 പണം കൊടുത്തു. അമ്മ അവനെ മുൻപിലോട്ട് വിളിച്ചു. ഈ 1000 പണങ്ങൾ കണ്ടു നിൽക്കുന്ന ആ നല്ല കറുത്ത ശിരസോടുകൂടി 1000 പണങ്ങളുമായിട്ട് ത്രിലോകവും നിറഞ്ഞു നിന്ന ആ ഉഗ്രസർപ്പത്തിന് അമ്മ പേരിട്ടു കാളിയൻ. അങ്ങനെ 9ാമൻ കാളിയൻ. അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ, ശംഖുപാലൻ, കാളിയൻ. 9 നാഗങ്ങൾ. ഇവരെ നവനാഗങ്ങൾ എന്നാണ് പുരാണം വാഴ്ത്തുന്നത്. ഈ 9 നാഗങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നവനാഗ സ്തോത്രം തന്നെയുണ്ട്. അതായത് ഈ 9 നാഗരാജകന്മാർ ദിവസവും സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ ഈ നവനാഗ സ്തോത്രം ചൊല്ലിയാൽ മതി എന്നാണ് പറയുന്നത്. 9 നാഗങ്ങളും ഒന്നിച്ച് അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. നവനാഗ സ്തോത്രം. അനന്തം വാസുകി ശേഷം പത്മനാഭം ജകമ്പളം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയന്തത. അനന്തം വാസുകി ശേഷം പത്മനാഭം ജകമ്പളം ശംഖപാലം ധൃതരാഷ്ട്രം ച തക്ഷകം കാളിയന്തത. കാളിയൻ 9ാമനാണ്. അങ്ങനെ 1000 സർപ്പങ്ങൾക്കും അന്ന് പേരിട്ടു. എന്നാണ് തുലാമാസത്തിന്റെ ആയില്യത്തിന്റെ എന്നാണ് സർപ്പങ്ങൾക്ക് നാമകരണം ചെയ്ത നിമിഷം. അതാണ് തുലാമാസത്തിന്റെ ആയില്യം പ്രാധാന്യം. നമ്മൾ കലണ്ടറിലൊക്കെ മണ്ണാർശാല ആയില്യം എന്നൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? തുലാമാസത്തിലെ ആയില്യമാണ്. സർപ്പങ്ങൾക്ക് പേരിട്ട ദിവസമാണ് തുലാമാസത്തിലെ ആയില്യം. അത് തന്നെയാണ് തുലാമാസത്തിലെ ആയില്യത്തിന്റെ പ്രാധാന്യം. ഈ 28 കെട്ടൊക്കെ നമ്മൾ ഇന്ന് കെട്ടുമ്പോഴും ഓർത്തോണം, ഇത് ആദ്യമായിട്ട് ചെയ്തത് നാഗമാതാവാണ്, കദ്രുദേവിയാണ്. സർപ്പങ്ങളുണ്ടായി 28ാം ദിവസം തന്നെയാണ് നാമകരണമൊക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് 28ാമത്തെ ദിവസം ഒഴിവാക്കിയിട്ട് നമ്മൾ 27നോ 29നോ കൃത്യമായിട്ട് 28ന് ആരും കെട്ടാതില്ല. കാരണം എന്തുകൊണ്ടാ? ഈ സർപ്പങ്ങൾക്ക് അന്നാണ് നാമകരണം നടത്തിയത്. അതുകൊണ്ടാണ് ഉഗ്രമായ സർപ്പങ്ങൾക്കെല്ലാം നാമകരണം നടത്തിയ ദിവസമാണ് അത്തരം ആ ജന്മനാള് തന്നെ വരും. ആ ജന്മനാള് ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ്. എന്നെങ്കിൽ 27ന് ഇല്ല 29 കിട്ടും. അതുകൊണ്ടാ ആ ജന്മനക്ഷത്രം ഒഴിവാക്കുന്നതാണ്. 28 കിട്ടുമ്പോൾ ജന്മനക്ഷത്രം ഒഴിവാക്കാറ്. അപ്പൊ അങ്ങനെ ആ 28ാം ദിവസം സകല സർപ്പം, ചേര, നീർക്കോലി, അണലി, ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ സർപ്പത്തിനും പേരിട്ട ദിവസമാണ് തുലാമാസത്തിലെ ആയില്യം. അങ്ങനെ സർപ്പങ്ങൾക്കെല്ലാം പേരിട്ടു. എല്ലാ സർപ്പങ്ങളും പേരിട്ട്
നാഗലോകത്ത് ഇങ്ങനെ സർപ്പങ്ങളെല്ലാം വിരാജിച്ചിരിക്കുകയാണ്. നാഗരാജാവായിട്ട് അനന്തൻ, രണ്ടാമൻ വാസുകി, അങ്ങനെ ജ്യേഷ്ഠാനുജന്മാരെല്ലാം കൂടെ നാഗലോകം വാണിരിക്കുന്ന സമയം ഒരു ദിവസം ചേടത്തി അനിയത്തിയും കൂടെ, അതായത് കത്രുവും വിനതയും രണ്ടുപേരും കൂടെ ഇങ്ങനെ ആശ്രമത്തിന്റെ മുറ്റത്തിരിക്കുക. അങ്ങനെ ആശ്രമത്തിന്റെ മുറ്റത്തിരിക്കുന്ന സമയത്ത് ദേവേന്ദ്രന്റെ കുതിര ആകാശത്തൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ഈ ദേവേന്ദ്രന്റെ കുതിര എന്ന് പറഞ്ഞാൽ ഇത് പാൽക്കടൽ കടഞ്ഞപ്പോ കിട്ടിയ കുതിരയാണ്. പാലാഴി മധുരം നടത്തിയപ്പോ കിട്ടിയ കുതിരയാണ്. ആ കുതിരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നല്ല പഞ്ഞി പോലിരിക്കും. കണ്ട തൊടാൻ തോന്നുമെന്നാ പറഞ്ഞത്. അത്ര പഞ്ഞി പോലിരിക്കുന്ന അതിമനോഹരമായ വെള്ളക്കുതിരയാണ്. ഒരു കുഴപ്പവും പറയത്തില്ല. ലക്ഷണമൊത്ത കുതിരയാണത്. പാലാഴി കടഞ്ഞപ്പോ കിട്ടിയതാണ്. അങ്ങനെ ആ കുതിര ഇങ്ങനെ ആകാശമാർഗം പോകുമ്പോ ചേടത്തിയും അനിയത്തിയും കൂടെ രണ്ടുപേരും കൂടെ ഇരുന്ന് ഇങ്ങനെ മേളിലോട്ട് നോക്കിയിരിക്കുമ്പോ ഇതാ ദേവേന്ദ്രന്റെ കുതിര ആകാശത്തിലൂടെ പറന്നു പോകുന്നു. ഉടനെ വിനതാദേവി പറഞ്ഞു, ചേച്ചി ഇതാ പോകുന്നുണ്ടോ? ദേവേന്ദ്രന്റെ കുതിരയാ, ഉച്ചൈശ്രവസ് എന്നാ പേര്. നോക്കി എന്തൊരു ഭംഗിയാ അതിന്. എന്നാ വെള്ള കളറാ. ഇതുപോലൊരു കളറ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വെള്ള എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. ഇത്ര ഭംഗിയുള്ള കുതിര ഈ ഭൂമി വേറെ എങ്ങും ഉണ്ടാവില്ല. കദ്രുദേവി നോക്കി, ശരിയാണ്, കുതിര നല്ല ഭംഗിയുള്ളതാണ്. പക്ഷെ എന്നാലും ഈ സഹോദരി പറഞ്ഞത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് തയ്യാറായില്ല. ഒരാൾ പറയുന്നത് എത്ര നല്ലതാണേലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. പക്ഷേ കദ്രുദേവി പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, കുതിരയൊക്കെ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന്റെ വാലിന്റെ അറ്റത്ത് ലേശം കറുപ്പുണ്ടോ എന്നൊരു സംശയം. അല്ല, കറുപ്പുണ്ടോ സംശയമല്ല, കറുപ്പുണ്ട്. എന്റെ വാലിന്റെ അറ്റത്ത് ലേശം കറുപ്പുണ്ട്. പിന്നെ ഇത് മൊത്തം വെള്ളയല്ല. എന്തൊക്കെയായാലും അതിന്റെ വാലിന്റെ അറ്റത്ത് ലേശം കറുപ്പുണ്ട്. അപ്പോ പാലാഴി കടഞ്ഞപ്പോ കിട്ടിയ കുതിരയാണ്. ലക്ഷണാത്ത കുതിരയാണ്, യാതൊരു കുഴപ്പമില്ലാത്തതുമാണ്. ചേച്ചി കള്ളം പറഞ്ഞ അത് അന്നേരം വിരതാദേവിക്ക് പിടികിട്ടി. വിരതാദേവി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നാളെ ഈ കുതിര വീണ്ടും വരുമല്ലോ, നമ്മൾ ഇതിന് അന്നേരം ഒന്നുകൂടെ നോക്കും. അന്നേരം നോക്കുമ്പോൾ ചേച്ചി പറഞ്ഞ പോലെ പാലിന്റെ അറ്റത്ത് കറുപ്പുണ്ടെങ്കിൽ നമുക്കൊരു പന്തയം വെക്കാവുന്നു. എന്താണ് പന്തയം? അങ്ങനെ ചേടത്തി അനിയത്തിയും കൂടെ പന്തയം വെച്ചു. തോൽക്കുന്നയാൾ ജയിക്കുന്നയാളിന്റെ ദാസിയാകുക. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അത് മതി. വിനതാദേവിക്ക് ഉറപ്പുണ്ട്, കുതിരയുടെ വാലിന്റെ അടുത്ത് കറുപ്പെന്നല്ല ഒരു പാട് പോലും ഇല്ല. പിന്നെ എങ്ങനെ? തീർച്ചയായിട്ടും ജയിക്കും. പക്ഷെ അന്ന് വൈകിട്ട് നാഗങ്ങളുടെ മാതാവ് കദ്രുദേവി എല്ലാ സർപ്പങ്ങളെയും വിളിച്ചു കൂട്ടി.